ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്ത് സംഭവിക്കാനാമേ? ആകാശത്തുനിന്നൊന്നും കുത്തിപ്പൊളിച്ച് നിലത്തിടാൻ പോണില്ലല്ലോ. വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അതിനുള്ള തന്റെ ഇടൊക്കെ എനിക്കിപ്പോ ഉണ്ട്. എന്തിനാടി നീ എന്റെ അമ്മയെ ഉപദ്രവിച്ചത്? നീ അമ്മയെ തള്ളിയിട്ടതൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്നാമത് വയ്യാതിരിക്കുക. എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തൽക്കാലം ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ കൂടുതൽ കിടന്ന് തുള്ളണ്ട. എടി, സ്വന്തം ജീവിതവേ തൊലഞ്ഞ് വഴിയാധാരമായിട്ട് വന്ന് നിൽക്കുവാണ് നീ. ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിക്കൂടെ? എന്റെ ജീവിതം തൊലഞ്ഞൊന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഇപ്പൊ എനിക്ക് ചെറിയൊരു വീഴ്ച പറ്റി, അതിനെ കേറി അങ്ങോട്ട് ആഘോഷിക്കാനും വേണ്ട. എന്റെ കെട്ടിയോന്റെ ചോറല്ലേടി നിന്റെ ഈ തടി. ആ ചോറ് തിന്നല്ലേ നീ വളർന്നത്. ആ നന്ദിയെങ്കിലും നിനക്ക് എന്റെ മോളോട് കാണിച്ചൂടെ? എന്റെ മോളോട് നീ ചെയ്ത പ്രവൃത്തിക്ക് നിന്നെ ഈ പടിക്കകത്ത് കേറ്റാൻ പാടില്ലാത്തതാ. നിന്നോട് ചെയ്യേണ്ടത് എന്റെ മോള് നിന്റെ അമ്മയോട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം ഭാഗത്തെ തെറ്റ് നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. നിങ്ങൾ രണ്ടിനും ഇത്രയ്ക്ക് ബോധമില്ലാതായി പോയല്ലോ. നിന്റെ മോളെ നശിപ്പിച്ചത് നീ തന്നെയാ. ഇപ്പോഴും നാശത്തിലേക്ക് പോകുന്ന ഇവക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കല അതിന്റെ പണി. അല്ലെങ്കിലേ തെറ്റ് തിരുത്തി ക്ഷമ പറയിപ്പിക്കുന്നതിന് പകരം എന്റെ സ്കൂട്ടറിൽ നിന്ന് ചാവി മോഷിച്ചെടുത്ത് ഡോറ് തുറന്ന് നീ ഇവളെ പുറത്തിറക്കില്ലല്ലോ. അതെ, അമ്മ എന്നെ ഇറക്കി വിട്ടതാണ് അച്ഛനെ സഹിക്കാൻ പറ്റാത്തതെങ്കിൽ എന്നെ ഇനിയും പിടിച്ചങ്ങ് പൂട്ട്. അച്ഛന് മടിയാണെങ്കിലേ അനന്തരവള് വന്ന് നിൽപ്പുണ്ടല്ലോ. എന്തിനും പോന്നവള്. ഇവളോട് പറ എന്നെ പിടിച്ചോണ്ട് പൂട്ടിയിടാൻ. നിന്നെ ഒന്നും തല്ലിയിട്ടോ കൊന്നിട്ടോ പൂട്ടിയിട്ടിട്ടോ ശിക്ഷിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ ഒരു പ്രയോജനവും ഇല്ല. നിന്നെ പൂട്ടിയിട്ട് നന്നാക്കാന്ന് വിചാരിച്ചാലേ ആ മുറി കൂടി വേസ്റ്റ് ആയി പോവും. അല്ലാതെ നീയൊക്കെ ഈ ജന്മത്തിൽ നന്നാവാൻ പോകുന്നില്ല. നന്നാവാൻ നിന്റെ അമ്മ അനുവദിക്കുകയില്ല. ശിവാനി, ഇപ്പോഴും ഞാൻ നിന്നോട് പറയാ, മൊത്തത്തിൽ കൈവിട്ടു പോയിട്ടില്ല. ഇനിയെങ്കിലും ചെയ്തു പോയ തെറ്റും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റും ഒന്ന് തിരിച്ചറിയാൻ നോക്ക്. പശ്ചാത്തപിക്കാൻ നോക്ക്. കൈവിട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. ചെയ്തു പോയതിലും ചെയ്തതിലും എനിക്ക് ഇപ്പോഴും ഒരു കുറ്റബോധവും ഇല്ല. ഇനി നിന്റെ അമ്മയെ തള്ളിയിട്ടു എന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അപരാധമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം. ആ വീഴ്ചയിൽ അവരങ്ങ് ചത്തുപോയിരുന്നെങ്കിലേ എനിക്കങ്ങ് കൂടുതൽ സന്തോഷം ഉണ്ടാവുമായിരുന്നുള്ളൂ. നീ എന്റെ മോളെ തല്ലിയോ? മിണ്ടിപ്പോരുത് നീ. നിനക്ക് വേണ്ടി ഇപ്പോഴും ഈശ്വരമംഗലത്ത് കിടന്ന് ഒരാവശ്യവും ഇല്ലാതെ മറ്റുള്ളവരുടെ ദുർമുഖം കാണുന്നവളാണ് ഞാൻ. അതുപോലും മനസ്സിലാക്കാതെയാ ശിവാനി നീ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. നിന്നോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടൊന്നുമല്ല. ഈ നിൽക്കുന്ന പാവ മനുഷ്യനില്ലേ നിന്റെ അച്ഛൻ, എന്റെ അമ്മാവൻ, ഈ മനുഷ്യന്റെ കണ്ണുനീര് കാണാൻ വയ്യാഞ്ഞിട്ടാ നിനക്ക് വേണ്ടി ഞാൻ ഈശ്വരമംഗലത്ത് വീണ്ടും സംസാരിക്കാൻ നോക്കുന്നത്. പക്ഷെ നീ കാണിക്കുന്നത് എന്താ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ലേ നീ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇവള് നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നത് കണ്ടില്ലേ? തല്ലും കൊണ്ട് സാരോ ഉപദേശവും കേട്ട് നിൽക്കാൻ നാണോ ഇല്ലേടി നിനക്ക്? വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് പാടി വാ. ഇവളുടെ അച്ഛനായി പോയല്ലോ എന്നാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഇവൾക്ക് വേണ്ടി മോളുടെ മുമ്പിൽ വന്ന് യാചിച്ച ഞാനാണ് ഏറ്റവും വലിയ വിട്ടി. നന്നാവില്ല. ഇനി ഒരു 7 ജന്മം ജനിച്ചാലും ഇവളൊന്നും നന്നാവില്ല. അതാ ഇനം.